ഇതാണ് സ്ത്രീ, ഇതാണ് അമ്മ, ഇതാണ് ഭാര്യ. ഏത് ഘട്ടത്തിലും ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ ആദ്യം തന്നെ ദീപയ്ക്ക്, അമ്മയ്ക്ക്, പ്രവീണിന്, നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയണം. സംസാരിക്കുന്നില്ല, വേറൊരു കാര്യം, ഇതല്ല വേറൊരു കാര്യം. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. ആരാന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ്. സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് അങ്ങനെ വിഷമം അറിയും. ഞാൻ അങ്ങനെ ജയിലിൽ നിന്ന് 4-5 പേര് അവിടത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ, വ്യാജ പീഡന കേസിൽ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ വേറെ വല്ല പ്രശ്നമാണെന്നുള്ളതുകൊണ്ട്. അതായത് 2 പേര് പരസ്പരം ഇഷ്ടം, വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ്, വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ്. ഈ കേസിൽ എനിക്കിട്ട വകുപ്പുകൾ, അതായത് അത് ചെയ്തോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക സാർ. അല്ല, ഇനി ഒരു കാര്യം ഞാൻ ചേട്ടനോട് തിരിച്ചു ചോദിക്കാം, എന്തായാലും ഈ കേസ് നോക്കി കാണുമല്ലോ, ഞാൻ എന്തെങ്കിലും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു? ശരി, പറയുന്നില്ല അത് പറയുന്നില്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ 16 ദിവസം എന്തിനാണ് ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കിയത് എന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും ഉയർന്നിരുന്നു. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയത്. പല കാര്യങ്ങളും അദ്ദേഹത്തിന് പറയാനുണ്ട്, പക്ഷേ ജാമ്യം നിഷേധിക്കപ്പെടും അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കപ്പെടും എന്നുള്ളൊരു ഭയത്തിൽ രാഹുൽ ഈശ്വർ മൂടി കെട്ടിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോഴും അതിനിടയിൽ കൂടെ ചില സൂചനകൾ നൽകി വെക്കുന്നുണ്ട്. അതായത് തുടക്കം മുതൽ തന്നെ ഏറ്റവും ഗുരുതരമായിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന, ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്ന ഒരു വിഷയമുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ആ കേസിനെതിരെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കേസ് വീണ്ടും വാർത്താ പ്രാധാന്യത്തോടെ വരും എന്നുള്ള സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാതി വരുന്നത് എന്ന തരത്തിലാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത്. താൻ പുറത്തുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ശബരിമല ഒരു വിഷയമായിട്ട് തന്നെ കൊണ്ടുവന്നേനെ എന്നും അത് അല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടുത്തെ സർക്കാരിന് വേണ്ടത് എന്നുമൊക്കെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, വളരെ നിർണായകമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് സമയത്ത്, തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ CPM ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആയുധം എന്താണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി. ഈ 16 ദിവസം രാഹുൽ ഈശ്വർ ജയിലിനകത്ത് കിടക്കുന്നു എന്നതിനേക്കാൾ ഉപരി 2 കേസോളം ഉണ്ടായിട്ട് പോലും, പോലീസിന്റെ മൂക്കിൻ തുമ്പിലുണ്ടായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല. ആ ഒരു സാധിക്കാത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വിലയിരുത്തുമ്പോൾ അതൊരു പക്ഷേ ഈ വിഷയം മാറാതിരിക്കാൻ വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ എന്നുള്ള വിഷയം വാർത്താ പ്രാധാന്യത്തോടെ നിൽക്കാൻ വേണ്ടി മാത്രം ചെയ്തു വച്ച ഒന്നാണോ എന്നുള്ള സംശയങ്ങളും നിലവിൽ വരികയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് വീണ്ടും ശബരിമലയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് ഇഴകേറി പരിശോധിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വൈകിപ്പിച്ചതെന്നും അതേ സാഹചര്യത്തിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ജയിൽവാസം നീട്ടിയത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ അതേ സംവിധാനങ്ങളെ കുറിച്ചാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തന്റെ മുന്നിലുള്ള ഒരുപാട് കള്ളങ്ങളുണ്ട്, ആ കള്ളങ്ങൾ തനിക്ക് വിളിച്ചു പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന തരത്തിലാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതേസമയത്ത് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണത്തിൽ ഭയന്നുകൊണ്ട് അവരുടെ കുടുംബം നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതും നമ്മൾ കണ്ടു. കാരണം എന്തെങ്കിലും കേസിനെതിരെയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കോടതിക്കെതിരെയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് അനുവദിച്ചിരിക്കുന്ന ജാമ്യത്തിനെ അത് കൃത്യമായിട്ട് ബാധിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് രാഹുൽ ഈശ്വറിന് കിട്ടി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ ബൈറ്റ് എടുക്കാൻ വേണ്ടി, രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം എടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ എത്തിയ സമയത്ത് ആ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ രാഹുൽ ഈശ്വറിന്റെ വക്കീല്, അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ മൊബൈൽ ഫോണിൽ വിളിച്ചുകൊണ്ട് നിർണായകമറ്റ ഇടപെടലുകൾ, സൂചനകൾ പുറത്തു നൽകിയിരുന്നു. അതായത് വായിൽ നിന്ന് ഒരു കാര്യങ്ങൾ പോലും പുറത്തേക്ക് വരരുത് എന്ന തരത്തിലുള്ള ഒരു സൂചന, മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയത്. എന്തായാലും ഇതോടുകൂടെ രാഹുൽ ഈശ്വർ ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. അതായത് ഈ ജയിൽവാസത്തിനിടയിൽ രാഹുൽ ഈശ്വറിന് ജയിലിനകത്തു നിന്നും ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ, അതായത് മെൻസ് കമ്മീഷൻ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രാഹുൽ ഈശ്വർ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു മെൻസ് കമ്മീഷൻ എന്തിനു വേണം എന്നതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു രീതി തനിക്ക് മനസ്സിലായത് ഈ ഒരു ജയിൽവാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ, അതിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സൂചനകൾ
വാർത്തകൾ, ശബരിമല വിഷയം എങ്ങനെ ഇവിടെ ചർച്ചയാകാതെ പോയി എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തൽ ഒന്നുകൂടെ കേൾക്കാം. ഉമ്മ വന്നിരുന്നു, കാത്തു നിന്നു, കാണാതെ പോയി. ഒരു കാര്യം കൂടെ, ശരിക്കും ഈ വിഷയത്തിലെ, അതും കൂടെ പറയാതെ പോകാമല്ലോ, ശരിക്കും ഈ വിഷയത്തിലെ ഹീറോ ദീപയാണ്. ദീപയ്ക്ക് വിദേശത്ത്, ദീപയ്ക്ക് ഒരു കൈയടി കൊടുക്കണം. ദീപയ്ക്ക് വിദേശത്ത് ജോലിക്ക് പോകാനുള്ളതായിരുന്നു. ഇത്രയും ദിവസം ഇവിടെ നിന്നു. ദീപ ചേട്ടാ ഫേസ് കാണാൻ വേണ്ട മൈക്കടി താത്തുകൂടി ഇട്ടോ അമ്മയാണ്, സ്ത്രീയാണ്. ഇതാണ് സ്ത്രീ, ഇതാണ് സ്ത്രീ, ഇതാണ് അമ്മ, ഭാര്യ, ഇതാണ് ഭാര്യ. ഏത് ഘട്ടത്തിലും ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ ദീപയ്ക്ക് ദീപ, അമ്മ മല്ലിക, പ്രവീണ. തീരെ വലുതാ, തീരെ വലുതാ, ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ തീരെ വലുതാ. ഇതാണ് ഭാര്യ, ഇതാണ് സ്ത്രീ. ഇനി ഒരു കാര്യം കൂടെ, എന്താ അറിയോ, ദീപ ഇതേപോലെയാണ് കുട്ടിക്കൽ ജയന്തന്റെ വൈഫ് സെറീന. ഞാൻ ദീപയോടും പറഞ്ഞു, ദീപ ചെയ്ത വലിയ കാര്യമാണ്. കാര്യം എന്താ അറിയോ, സാധാരണക്കാർ പേടിച്ചു, സാധാരണക്കാരെ പേടിച്ചു പോകും. ദീപ എന്ന് ധൈര്യപരസരം പറഞ്ഞു, ഞങ്ങൾക്ക് നോട്ടീസോ കാര്യങ്ങളോ ഒന്നില്ല, പറയുന്നില്ല. ശരി, ദീപ ധൈര്യപരസരം കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ, ഈ ദീപയുടെ പേടി, ദീപയ്ക്ക് ഇപ്പം പേടിയില്ലേ, ഈ പേടിയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സോഷ്യലാണ് നാളെ ഏത് കേസും, ഇപ്പൊ 2 കേസുകൾ ഞാൻ പറയാമെന്ന് പറയുന്നില്ല, 2 പ്രമുഖരുടെ കേസുകൾ ഏതൊക്കെയെന്ന് ഉദ്ദേശിക്കാമല്ലോ, അതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ കേസുകളിലടക്കം നിങ്ങൾക്ക് സത്യമെന്ന് ബോധ്യമുള്ളത് നിങ്ങൾ പറയണം. ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നിന്ന് കാര്യങ്ങൾ പറയരുത്. അവസാനത്തെ കാര്യം, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. ആരാന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ്. സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് അങ്ങനെ വിഷമം അറിയും. ഞാൻ അങ്ങനെ ജയിലിൽ നിന്ന് 4-5 പേര് അവിടത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട്. വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ, വ്യാജ പീഡന കേസിൽ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പറയുന്നില്ല, നീ പറഞ്ഞാൽ വേറെ വല്ല പ്രശ്നമെന്നുള്ളതുകൊണ്ട്. അതായത് 2 പേര് പരസ്പരം ഇഷ്ടം, വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ്, വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ്. ആ പയ്യനെ 20 വർഷം പോക്സോ കേസിന് ശിക്ഷിച്ച് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഇറങ്ങാൻ നേരം ഒരു വളരെ ഇതേപോലെ ഒരു പയ്യനെ, അവർക്ക് ഒരു പെൺകുട്ടി ഇവനും തമ്മിൽ അഫെയറാണ്. അപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കല്യാണത്തിന് താല്പര്യമില്ല. അപ്പോൾ ഒരു പീഡന പരാതി കൊടുത്തു, 1.5 വർഷമായിട്ട് കിടക്കുക. എത്ര പേരിങ്ങനെ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ശ്രമിക്കണം. 2-3 കാര്യങ്ങൾ മാത്രം. 3 കാര്യങ്ങളിൽ സംഗ്രഹിക്കാം. 1, സത്യമില്ലാതെ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കണം, സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ല. ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാവുന്ന വന്നാൽ നമ്മളെ കുടുക്കാൻ വളരെ എളുപ്പമാണ്. 2ാമത്തെ പോയിന്റ്, നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നതിന്, ഞാൻ മീഡിയയിൽ 20 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മീഡിയക്കാർക്ക് നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ ഇത്രയും ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ടെന്ന്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ അപ്പം തന്നെ ബാക്കിയുള്ളവർ ഡിസ്കസ് ചെയ്യാം. അല്ല, അതുകൊണ്ടല്ല എന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു റിക്വസ്റ്റ് താങ്കളോട് പറയാം. ഒരു റിക്വസ്റ്റ്, വെറുതെ പോയി ഈ കേസിൽ എനിക്കിട്ട വകുപ്പുകൾ, അതായത് അത് ചെയ്തോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക സാർ. അല്ല, ഇനി ഒരു കാര്യം ഞാൻ ചേട്ടനോട് തിരിച്ചു പോയി, എന്തായാലും ഈ കേസ് നോക്കി കാണുമല്ലോ, ഞാൻ എന്തെങ്കിലും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു. ശരി, പറയുന്നില്ല, അത് പറയുന്നില്ല. അല്ല, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്കെതിരെ അല്ല, ശരി നിർത്തുക, ശരി നിർത്തുക, ശരി നിർത്തുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഓർക്കണം, പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ആവുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്, അത് പറയാമല്ലോ. എന്താണെന്ന് ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇനി അത് കൊടുക്കുമ്പോൾ അങ്ങനെ ആർക്കെതിരെയും പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കരുത്. പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ എവിഡന്റ് ആയ കണ്ണിന്റെ മുമ്പിലുള്ള പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞത്. ആ പച്ചക്കള്ളമാണെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. കാര്യം വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. അപ്പം ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. എന്തിനാ ഫൈറ്റ് ചെയ്യുന്നതെന്നറിയാം? നാളെ ഇവനെ പോലുള്ള നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യരുത്, നിങ്ങളുടെ സഹോദരനെ അറസ്റ്റ് ചെയ്യരുത്. നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ മക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത്. ഇനി ഞാൻ 16 ദിവസം കിടന്നു, അത് പറയാലോ. ഞാൻ 16 ദിവസം കിടന്നു, വേറെ ചില ആൾക്കാർ 80 ദിവസം കിടന്നു. ഉമ്മൻചാണ്ടി സാറിന് നീതി കിട്ടാത്ത, സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർക്ക് നീതി കിട്ടാത്ത, നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമോ?
കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത 85 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാൾക്ക്, ഒരു പ്രമുഖ ആൾക്ക് നീതി കിട്ടാത്ത, അല്ലെങ്കിൽ വേറെ നിവിൻ പോളിയുടെ പേര് പറയാം, കേസൊന്നും ഇല്ലാത്തതുകൊണ്ട്, നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നിങ്ങളുടെ മക്കൾക്കോ എന്റെ മകനോ എന്റെ മക്കൾക്കോ എന്തെങ്കിലും നീതി കിട്ടൂ? ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ 16 ദിവസവും കിടന്നപ്പോ എനിക്ക് ഒരൊറ്റ സന്തോഷം ഉള്ളായിരുന്നു, അത് പിടിച്ച് ഉള്ളത്. മോനെ അത് എന്താന്ന് പറ, സ്കൂളിൽ പറഞ്ഞ എന്താന്ന് പറ, മറ്റേ ടീച്ചർ പറഞ്ഞു. അല്ല, നോ ഗോ ഹെഡ്, നീ പേടിക്കേണ്ട കാര്യമില്ല. അമ്മ പറഞ്ഞു, പിന്നെ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. അത് കുഴപ്പമില്ല, പറഞ്ഞിട്ട് പോകും. സ്കൂളിലെ ടീച്ചർ പറഞ്ഞു ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുമ്പോ ക്വസ്റ്റ്യൻ ചെയ്യണം, യാഗന്റെ അച്ഛനെ പോലെ. അതായത് മോൻ സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ 4 ദിവസം വെള്ളം കുടിക്കാതെ കിടന്നു. 4 ദിവസം വെള്ളം കുടിക്കാതെ. അതിനുശേഷം ഡോക്ടർ വന്ന് പറഞ്ഞു കിഡ്നി അടക്കമുള്ള ചീത്തയാവും. എന്റെ 2 മക്കളെ ഓർത്താണ് നിർത്തിയത്. 5 ദിവസം പട്ടിണി കിടന്നു. അത് എന്റെ വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അപ്പൊ ഇത്രയും വേദനയില് മോന്റെ ഒരു വാക്കിലാണ് എന്റെ സന്തോഷം. എന്താണെന്ന് അറിയാവോ? അവന്റെ സ്കൂളില് സോഷ്യൽ സയൻസ് ടീച്ചർ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചവൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുമ്പോ, ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന്? നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്യണം, നിങ്ങൾ അത് ചോദ്യം ചെയ്യണം. നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ അത് ചോദ്യം ചെയ്യണം. എനിക്ക് അങ്ങനെ ചോദ്യം ചെയ്ത് ജയിലിൽ പോയതിൽ അഭിമാനമാണുള്ളത്. ആ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടം തുടരും. കൂടുതൽ നടപടികളുമായി മെൻസ് കമ്മീഷന് വേണ്ടി ആക്റ്റീവായി തുടരും. നിങ്ങളുടെ മകൻ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നമ്മളുടെ മകൻ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. എന്റെ മോന്റെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ്, അയ്യപ്പസ്വാമിയാണ്, മഹാത്മാഗാന്ധിയാണ്, എന്റെ മോന്റെ തലയാണ് സത്യം. ഈ പറഞ്ഞത് 100% സത്യമാണ്. ഈ പറഞ്ഞതിൽ 0.1% പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. 100% സത്യത്തിൽ പറയുകയാണ്. ഇത് നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ, നമ്മുടെ സഹോദരന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സഹോദരനടക്കം ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്കത് പറഞ്ഞ ജാമ്യം ക്യാൻസൽ എന്ന് പറയണത് ഒന്ന് ചെക്ക് ചെയ്യണം. ചെയ്തോ ഇല്ലയോ ഒന്നും ചെക്ക് ചെയ്തോളൂ. അത് മാത്രം.